ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഡിഫറെൻ്റ് അപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ്, അതായത് ഏതൊക്കെ ഏരിയാസിലാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അപ്ലിക്കേഷൻസ് കിടക്കുന്നത് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ഫീൽഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് നമുക്ക് എനി ഇൻ്റലക്ച്വൽ ടാസ്കുകളും നമുക്ക് വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. സോ അതിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്ന അത്രയും അപ്ലിക്കേഷൻസ് അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അപ്ലിക്കേഷൻസ് വരുന്ന പ്രധാനപ്പെട്ട ഏരിയാസ്, ഏതൊക്കെ ഏരിയയിലാണ് പ്രധാനമായിട്ട് അപ്ലിക്കേഷൻസ് വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം അവയുടെ പേരുകളാണ് ഇവിടെ താഴെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിലൊന്നാമത്തത് റോബോട്ടിക് വെഹിക്കിൾസ്, രണ്ടാമത്തത് സ്പീച്ച് റെക്കഗ്നൈസേഷൻ, ദെൻ മെഷീൻ ട്രാൻസ്ലേഷൻ, ഓട്ടോണമസ് പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിംഗ്, ഗെയിം പ്ലേയിങ്, സ്പാം ഫൈറ്റിംഗ്, റോബോട്ടിക്സ്, മെഡിക്കൽ ഡയഗ്നോസിസ്, വെബ് സെർച്ച് ആൻഡ് ഇൻഫർമേഷൻ എക്സ്ട്രാക്ഷൻ, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. ഇങ്ങനെയുള്ള ഏരിയക്കകത്താണ് നമ്മൾ എയുടെ അപ്ലിക്കേഷൻസ് പ്രധാനമായിട്ട് കാണാറുള്ളത്. അപ്പം അതിൻ്റെ അകത്ത് ഒന്നാമത്തെ ഏരിയയായ റോബോട്ടിക്സിൻ്റെ അകത്ത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഇപ്പോൾ റോബോട്ടിക്സിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ, റോബോട്ടിക് വെഹിക്കിൾസിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ള ഒരു പോയിന്റാണ് ഈ ഡാർപ ചലഞ്ച് എന്ന് പറയുന്നത്. ഡാർപ ചലഞ്ച്, ഡാർപ ചലഞ്ച്. എന്താണ് ഈ ഡാർപ ചലഞ്ച് അല്ലെങ്കിൽ ഡാർപ ഗ്രാൻഡ് ചലഞ്ച് നമ്മൾ അതിനെ പറയാറുള്ളത്? അപ്പം ഡാർപ ഗ്രാൻഡ് ചലഞ്ച് എന്നത് ബേസിക്കലി ഒരു അമേരിക്കൻ ഓട്ടോണമസ് വെഹിക്കിളിനുള്ള ഒരു പ്രൈസ് കോമ്പറ്റീഷൻ ആണ്. അപ്പോൾ ഈ പ്രൈസ് കോമ്പറ്റീഷൻ ഫണ്ട് ചെയ്യുന്നത് ഡിഫൻസ് അഡ്വാൻസ്ഡ് റിസർച്ച് പ്രൊജക്ട് ഏജൻസിയാണ്. ഇതെന്തിനു വേണ്ടി നടത്തുന്ന പറഞ്ഞാൽ വെഹിക്കിൾസിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പ്രൈസ് കോമ്പറ്റീഷനാണ്. അപ്പോൾ അങ്ങനെ 2005 വർഷത്തിലെ ഡാർപ ചലഞ്ച് വിൻ ചെയ്തത് സ്റ്റാൻലി എന്ന ഒരു സെൽഫ് ഡ്രൈവിംഗ് കാറാണ്. സ്റ്റാൻലി എന്ന പേരുള്ള ഒരു സെൽഫ് ഡ്രൈവിംഗ് കാറായിരുന്നു ഈ ഡാർപ ചലഞ്ച് വിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരതിന് കൊടുത്തിരിക്കുന്ന പ്രൈസ് മണി എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 2 മില്യന് മുകളിലുള്ള എമൗണ്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റാൻലിയുടെ ഫിഗറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. സ്റ്റാൻലി എന്ന് പറയുന്ന ഈ ഒരു സെൽഫ് ഡ്രൈവിംഗ് കാറിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, അതിൻ്റെ അകത്ത് ഉള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് അവർ ഇൻഡിക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് അവിടെ നോക്കിയാൽ കാണാം, നമുക്ക് അവിടെ എന്തുണ്ട്, അതിൻ്റെ മുകളിൽ ക്യാമറാസ് ഉണ്ട്, അതുപോലെ റഡാർസ് ഉണ്ട്, പിന്നെ GPS ഉണ്ട്, IMU, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കമ്പണൻസ് ഒക്കെ ഇതിൻ്റെ മുകളിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന ഈ സ്റ്റാൻലി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഈ ഒരു ചലഞ്ച് വിൻ ചെയ്തിരിക്കുന്നത് ഒരു 132 മൈൽസുകളോളം ഈ ഡെസേർട്ടിലൊക്കെ ട്രാവൽ ചെയ്തിട്ടൊക്കെയാണ് ഈ ഒരു പ്രൈസ് അത് ആ വർഷം 2005 എന്ന് പറയുന്ന വർഷത്തിൽ അത് വിൻ ചെയ്തിട്ടുള്ളത്. അപ്പം റോബോട്ടിക്സ് വെഹിക്കിളിൻ്റെ അകത്ത് വരുന്ന ഒരു എക്സാമ്പിളാണ് ഈ ഒരു സ്റ്റാൻലി എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാൻലി സാധാരണ ഈ വെഹിക്കിൾ എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് സെൻസേഴ്സ് ഉണ്ട്. നമ്മളിപ്പോൾ പിക്ചറിൽ കണ്ട പോലെ അതിൻ്റെ അകത്ത് സെൻസേഴ്സുകളുണ്ട്. അപ്പം ആ സെൻസേഴ്സ് വെച്ചിട്ട് ഈ ഒരു റോബോട്ടിക് കാർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എൻവറോൺമെൻറ്റ് പെർസീവ് ചെയ്യുകയും അതേപോലെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഓൺബോർഡ് സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പം അങ്ങനെ 2005 വിൻ ചെയ്ത ഈ ഡാർപ ഗ്രാൻഡ് ചലഞ്ച് വിൻ ചെയ്ത റോബോട്ടിക് കാറാണ് ഈ സ്റ്റാൻലി എന്ന് പറയുന്നത്. അതേപോലെ പിന്നീട് 2007 നടന്ന കോമ്പറ്റീഷനിൽ, ഈ ഒരു ഡാർപ ചലഞ്ച് കോമ്പറ്റീഷനിൽ വിൻ ചെയ്തത് ബോസ് എന്ന് പറയുന്ന സെൽഫ് ഡ്രൈവിംഗ് കാറായിരുന്നു. ആ ബോസ് എന്ന് പറയുന്ന സെൽഫ് ഡ്രൈവിംഗ് കാറിൻ്റെ ഫിഗറാണ് നിങ്ങളിപ്പം ഈ സ്ക്രീനിൽ കാണുന്നത്. അപ്പം ഈ ബോസ് എന്ന് പറയുന്ന ഈ സെൽഫ് ഡ്രൈവിംഗ് കാറ്
ഇതേപോലെ തന്നെ സെയിം എമൗണ്ട് ഓഫ് പ്രൈസ് മണി ആ ഒരു കാറിനും കിട്ടിയിട്ടുണ്ട്. ഇതൊരു യൂണിവേഴ്സിറ്റിയും അതുപോലെ മോട്ടോർ അവിടെയുള്ളൊരു മോട്ടോർ ഡെവലപ്മെൻറ്റ് ഏജൻസിയും അവരൊക്കെ ചേർന്നിട്ടാണ് ഇതിൻ്റെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ, എയുടെ പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ വരുന്ന ഒരു ഏരിയ ആണ് എന്ത്, നമ്മൾ ഈ ഒരു റോബോട്ടിക് വെഹിക്കിൾസ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഡാർപ്പ ചലഞ്ച്. അതേപോലെ ഡാർപ്പ ചലഞ്ച് വിൻ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട റോബോട്ടിക് സെൽഫ് ഡ്രൈവിംഗ് കാറുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള സ്റ്റാൻലിയും അതേപോലെ ഈ ബോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൈസ് മണിയാണ് പറഞ്ഞത് 2 മില്യന് മുകളിലോളം പ്രൈസ് മണിയാണ് അവരതിന് ഇതിൻ്റെ വിന്നേഴ്സിന് കൊടുക്കാറുള്ളത്. ഇപ്പം ഇത് പല വർഷങ്ങളായിട്ട് ഈ ഒരു പ്രോഗ്രാം അവർ ഈ ഒരു ചലഞ്ച്, ഈ ഒരു കാര്യത്തെ ഇങ്ങനെയുള്ള ഡെവലപ്മെൻറ്റിന്, ഇങ്ങനെയുള്ള വെഹിക്കിളിൻ്റെ മുകളിലുള്ള ഡെവലപ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നടത്താറുണ്ട്. ഇനി രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ്, എയുടെ രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് സ്പീച്ച് റെക്കഗ്നിഷൻ എന്ന് പറയുന്നത്. ഈ പ്രാക്ടിക്കൽ സ്പീച്ച് റെക്കഗ്നൈസേഷൻ ടെക്നോളജി നമ്മളെ ഈ കാലഘട്ടത്തിൽ വളരെ പ്രാബല്യത്തിൽ അത് വന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ഇതുമായിട്ടുള്ള എടുത്ത് വെച്ചിട്ടുള്ള ഇതിൻ്റെ അകത്തുള്ള അപ്രോച്ചൊക്കെ സാധാരണ ഈ മാർക്കോവ് മോഡൽസ്, അത് നമ്മൾ പറയും HMM എന്നാണ്, HMMS. സ്പീച്ച് റെക്കഗ്നൈസേഷനാണ് രണ്ടാമത്തെ ആപ്ലിക്കേഷൻസ് വരുന്ന പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ എയുടെ ആപ്ലിക്കേഷൻസ് വരുന്ന ഏരിയ ആണ് മെഷീൻ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഒന്നുമില്ല, മെഷീൻ ട്രാൻസ്ലേഷൻ കൊണ്ട് അർത്ഥമാക്കുന്ന ഇത്രയേ ഉള്ളൂ, നമ്മളെ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് എന്ത് ചെയ്യും, ലാംഗ്വേജുകൾ, 2 ലാംഗ്വേജിക്ക് ഇടയിലുള്ള ട്രാൻസ്ലേഷൻ അതെന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നടത്തും. ഇതാണ് അതുകൊണ്ട് ഇൻ ബിറ്റ്വീൻ 2 ലാംഗ്വേജുകൾ എന്ത് ചെയ്യുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ലേറ്റ് ചെയ്യാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസുകൾ ഈ ഒരു മേഖലക്കകത്ത് ചെയ്യുന്നത്. ഇനി അടുത്ത എയുടെ ആപ്ലിക്കേഷൻസ് വരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയ ആണ് ഓട്ടോണമസ് പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഓട്ടോണമസ് പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ഓട്ടോണമസ് പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിൻ്റെ അകത്താണ് നമ്മൾ ഈ ലോജിസ്റ്റിക്സും അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഈ ഓട്ടോണമസ് പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിങ്ങിൻ്റെ അകത്ത് വരും. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നാസയുടെ മാർസ് റോവർ എന്ന് പറയുന്ന അവർ ഡെവലപ്പ് ചെയ്തൊരു എന്തുണ്ട്, അവർ ഡെവലപ്പ് ചെയ്ത ഒരു AI സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഈ ഒരു സിസ്റ്റം ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അത് എന്ത് ചെയ്യും, അത് തന്നെ അതിൻ്റെ തന്നെ സ്വന്തം പ്ലാനിങ്ങും കാര്യങ്ങളും അതിൻ്റെ ഷെഡ്യൂളിങ് കാര്യങ്ങളൊക്കെ അത് തന്നെ ചെയ്യും. ഈ മാർസ് റോവറിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സാണ് ഒന്ന് ഈ പറഞ്ഞിട്ടിരിക്കുന്ന ഈ പ്ലാനിങ് എന്ന് പറയുന്നത്. അതായത് ഇതെന്ത് ചെയ്യുന്നു, ഓരോ ദിവസവും എന്ത് ആക്ഷനാണ് അത് ചെയ്യേണ്ടത്, ഇന്നേ ദിവസം ഞാൻ ഇന്നേ ആക്ഷൻ ചെയ്യണം. അപ്പം അങ്ങനെയുള്ള ഓരോ ദിവസത്തെയും കാര്യങ്ങൾ അത് തന്നെ സ്വയം എന്ത് ചെയ്യും, പ്ലാൻ ചെയ്യും. ഞാൻ എവിടെ പോകണം, എന്ത് കാര്യങ്ങൾ അനലൈസ് ചെയ്യണം, എത്ര സമയം വേണം ഓരോ ടാസ്കിൻ്റെ മുകളിൽ ഞാൻ സ്പെൻഡ് ചെയ്യാൻ, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഈ ഒരു മാർസ് റോവർ സ്വയം ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, അതേപോലെ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യും, പ്ലാനിങ്ങിന് ശേഷം അത് തന്നെ കാര്യങ്ങൾ എന്ത് ചെയ്യും, ഷെഡ്യൂൾ ചെയ്യും. അതേപോലെ അതിൻ്റെ എന്താണ് ഷെഡ്യൂളിങ്, അത് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബാറ്ററി പവർ എത്ര ബാക്കിയുണ്ട്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പാരാമീറ്റേഴ്സൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ അത് നടത്തുന്നുണ്ടാവുക. പിന്നെ എന്തുണ്ട്, അതേപോലെ അതിന് അഡാപ്റ്റബിലിറ്റി ഉണ്ട്. അതായത് ഒബ്സ്റ്റക്കിൾസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, കാര്യങ്ങളും അതിൻ്റെ പ്ലാനിങ്ങിലൊക്കെ അത് എന്ത് ചെയ്യും, റീപ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ അത് നടത്തും. അപ്പം അതാണ് ഈ നാസയുടെ മാർസ് റോവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാർസ് റോവർ ഈ ഒരു എയും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്തൊരു എക്സാമ്പിളാണ് ഈ മാർസ് റോവർ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ നമുക്ക് ഈ പ്ലാനിങ്ങിൻ്റെ അകത്ത് എ വെച്ചുള്ള ഈ ഒരു ഓട്ടോണമസ് പ്ലാനിങ്ങിൻ്റെ അകത്ത് എന്ത് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എന്താ പറയുക, ഇപ്പം എയർ ഫ്ലൈറ്റുകൾ, നമ്മളെ ഫ്ലൈറ്റുകളുടെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഒരു സിസ്റ്റം എന്ത് ചെയ്യാം, എയർക്രാഫ്റ്റിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഇത് വെച്ചുകൊണ്ട് എ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും.
പിന്നെ അതേപോലെ തന്നെ വരുന്നതാണ് ഫാക്ടറി ഓട്ടോമേഷൻ. ഫാക്ടറിക്കകത്ത് എന്താണ് നമ്മൾ അതിൻ്റെ അകത്തുള്ള മെഷീൻസിൻ്റെ വർക്ക്സ് എന്താണ് വർക്ക് സ്റ്റേഷനും അതിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പ്ലാനിങ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഈ ഹോസ്പിറ്റലിൻ്റെ അകത്ത് വരുന്ന ഓപ്പറേഷൻസുകൾ, അതേപോലെ അതിൻ്റെ റൂം ഷെഡ്യൂളിങ്, അതേപോലെ സർജറി ടൈമുകൾ എന്ത് ചെയ്യുക, അത് സർജറി ടൈം അസൈൻ ചെയ്യുക, റിസോഴ്സ് അവൈലബിലിറ്റീൻ്റെ അടിസ്ഥാനത്തിൽ റൂം എഫിഷ്യൻസികൾ കൈകാര്യം ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ഓട്ടോണമസ് പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്ന ഏരിയൻ്റെ അകത്ത് വരുന്ന പ്രധാനപ്പെട്ട എന്ത് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഒന്ന് നമ്മൾ പറഞ്ഞു, ഈ നാസയുടെ മാസ് റോവർ ഒരു ഓട്ടോണമസ് പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിംഗ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിളാണ്. പിന്നെ പറഞ്ഞത് എയർലൈൻ ഫ്ലൈറ്റ് ഷെഡ്യൂളിംഗ് സിസ്റ്റംസ് അതിൻ്റെ എക്സാമ്പിളാണ്. പിന്നെ ഫാക്ടറി ഓട്ടോമേഷൻ ആൻഡ് ഹോസ്പിറ്റൽ ഓപ്പറേറ്റിംഗ് റൂം ഷെഡ്യൂളിംഗ്. അതേപോലെ എയുടെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ കിടക്കുന്ന ഒരു ഏരിയ ആണ് ഈ ഗെയിം പ്ലേ എന്ന് പറയുന്നത്. ഗെയിം പ്ലേ സാധാരണ ഈ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരുപാട് ഗെയിംസുകൾ ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം അതിൻ്റെ അകത്ത് നമ്മളെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് പറയുന്ന ഒരു എക്സാമ്പിളാണ് നമ്മളെ ചെസ്സ് പോലുള്ള ഗെയിമിൻ്റെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പം ഒരു ചെസ് ഗെയിമിൻ്റെ ഒരു ചെസ് പ്രോഗ്രാമിൻ്റെ പേരാണ് ഡീപ്പ് ബ്ലൂ എന്ന് പറയുന്നത്. ഡീപ്പ് ബ്ലൂ എന്ന് പറയുന്നത് ഒരു നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ചെസ് ഗെയിമാണ്. ഈ ഗെയിമിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മളെ ലോക ചെസ് ചാമ്പ്യനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മാച്ചിൽ ഇത് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഡീപ്പ് ബ്ലൂ എന്ന് പറയുന്ന ചെസ് ഗെയിം എന്ത് ചെയ്തു, ലോക ചെസ് ചാമ്പ്യനെ എന്ത് ചെയ്തു, ഈ ഡീപ്പ് ബ്ലൂ എന്ന് പറയുന്ന ചെസ് പ്രോഗ്രാം ലോക ചെസ് ചാമ്പ്യനായിട്ട് കോമ്പീറ്റ് ചെയ്തിട്ട് അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, അയാളെ തോൽപ്പിച്ചിട്ടുണ്ട് ഈ ഒരു ഗെയിം കേട്ടോ. ഇങ്ങനെ ഗെയിം പ്ലേയിങ് എന്ന് പറയുന്ന ഏരിയക്കകത്ത് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പം ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ് ഗെയിം പ്ലേയിങ്. ഇനി നെക്സ്റ്റ് വൺ ആണ് സ്പാം ഫൈറ്റിംഗ്. സ്പാം ഫൈറ്റിംഗ് എന്ന കാര്യം എന്താണെന്ന് അറിയാത്തവർ ഉണ്ടാവില്ല. നിങ്ങളൊക്കെ നിങ്ങളെ ജിമെയിലിൻ്റെ ഇൻബോക്സിൻ്റെ അകത്തൊക്കെ ഒരുപാട് മെയിൽസുകൾ വന്ന് കിടക്കുന്ന നിങ്ങൾ കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് മെയിലിനെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, കുറേ കാറ്റഗറി ആക്കി മാറ്റുന്നില്ല. സ്പാം, അതേപോലെ പ്രൈമറി, പ്രൊമോഷണൽ, ഇങ്ങനെയൊക്കെ അവർ കാറ്റഗറൈസ് ചെയ്തിട്ട് വെക്കുന്നുണ്ട് അല്ലേ. അപ്പം ഇങ്ങനെയുള്ള സ്പാം മെയിലുകളൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഈ ഒരു വെച്ചിട്ടാണ് അവിടെ പ്രധാനമായിട്ട് ചെയ്യുന്നത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഈ സ്പാമിങ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ലേണിംഗ് അൽഗോരിതംസ് ഉണ്ട്. ഈ ലേണിംഗ് അൽഗോരിതത്തിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ സാധാരണ എന്ത് ചെയ്യുന്നത്, ഈ മെസ്സേജസിനെ, നമുക്ക് വരുന്ന മെസ്സേജസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അതായത് സ്പാം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്തിട്ട് അതിനെ സ്പാം എന്ന രീതിയിലേക്ക് ക്ലാസിഫൈ ചെയ്യുന്നത് ഈ ലേണിംഗ് അൽഗോരിതത്തിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. അപ്പം ഇങ്ങനെയുള്ള സ്പാമുകളെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ മെയിൽ റിസീവ് ചെയ്യുന്ന ആൾക്ക്, ഇപ്പം ഞാനാണ് എൻ്റെ ഇൻബോക്സിലേക്കാണ് മെയിൽ വരുന്നത്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്പാം ഫിൽട്ടറിങ് കാര്യം എൻ്റെ സിസ്റ്റത്തിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള എന്ത് ചെയ്യാൻ പറ്റും, മെസ്സേജുകൾ എനിക്ക് ഒഴിവാക്കാൻ പറ്റും, അല്ലെങ്കിൽ അൺവാണ്ടഡ് ഇമെയിൽസുകൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് ഈ സ്പാം ഫൈറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം പണ്ട് കാലത്ത് എന്താണ് ചെയ്യുന്നത്, ഇപ്പോൾ എംബഡ് ചെയ്യാത്ത സിസ്റ്റം ഇല്ലാത്ത രീതിയിലും സ്പാം ഫിൽട്ടറിങ് നടക്കുന്നുണ്ട്. അതായത് സാധാരണ നമ്മൾ സ്റ്റാറ്റിക് പ്രോഗ്രാമുകൾ വെച്ചുകൊണ്ട്, അതായത് സ്റ്റാറ്റിക് പ്രോഗ്രാം കൊണ്ട് അർത്ഥമാക്കുന്ന ഇത്രയേ ഉള്ളൂ, നമ്മൾ ഓൾറെഡി ഒരു പ്രീ റിട്ടേൺ കോഡ് ഉണ്ടാവും സ്പാമിനെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അകത്ത് നമ്മൾ കുറേ റൂൾ, ഇങ്ങനെയുള്ള പാറ്റേണുകൾ കണ്ടാൽ ഇത് സ്പാം ആണെന്ന രീതിയിലൊക്കെ നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള പ്രോഗ്രാമിൻ്റെ ഹെൽപ്പോട് കൂടി പ്രോഗ്രാം എന്ത് ചെയ്യാണ്, നമ്മളെ മെസ്സേജുകളൊക്കെ അനലൈസ് ചെയ്തിട്ട് അത് സ്പാം ആണെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്ന് വെച്ചോ. അപ്പം ഈ ഒരു സ്റ്റാറ്റിക് പ്രോഗ്രാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊരു സ്പാം മെസ്സേജ് അയക്കുന്ന ടീം, അതിൻ്റെ അതർ സൈഡിലുള്ള ടീം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം, ഇതിനെ എങ്ങനെ ബൈപ്പാസ് ചെയ്യാന്നുള്ള കാര്യം അവർക്ക് ആലോചിക്കുകയും അത് അവർക്ക് എന്ത് ചെയ്യാം, പിന്നീട് ബൈപ്പാസ് ചെയ്തുകൊണ്ട് വീണ്ടും സ്പാം മെസ്സേജുകൾ നമ്മളിലേക്ക് എത്തിക്കാനും പറ്റും. പക്ഷേങ്കിൽ ഈ ഒരു ലേണിംഗ് അൽഗോരിതത്തിൻ്റെ റോള് അവിടെയാണ് പ്രാധാന്യമായിട്ട് വരുന്നത്. അതായത് സ്റ്റാറ്റിക് പ്രോഗ്രാമുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ലേണിംഗ് അൽഗോരിതം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ
അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ഈ അവരെ ടാക്ടിക്സും കാര്യങ്ങളൊക്കെ അതെന്ത് ചെയ്യും ഇങ്ങനെ അനലൈസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേണിംഗ് അൽഗോരിതം വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. കാരണം എന്ത് ചെയ്യുന്നുണ്ട്, സ്പാമേഴ്സ് അവരുടെ ഈ ടാക്ടിക്സുകൾ മാറ്റുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഈ ഒരു ലേണിംഗ് അൽഗോരിതം എന്ത് ചെയ്യും, വളരെ എഫക്റ്റീവായിട്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പം അതാണ് ഈ സ്റ്റാറ്റിക് പ്രോഗ്രാമും ലേണിംഗ് അൽഗോരിതവും യൂസ് ചെയ്യുന്ന തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ട് സ്റ്റാറ്റിക് പ്രോഗ്രാംഡ് അപ്രോച്ചുകൾ വളരെ ലെസ് എഫക്റ്റീവാണ്. പക്ഷെ ലേണിംഗ് അൽഗോരിതം അപ്രോച്ച് എന്താണ്, വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പം ഇവിടെ നമുക്ക് ഈ സ്പാമേഴ്സ് ടാക്ടിക്സുകൾ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലേണിംഗ് അൽഗോരിതം അതിനനുസരിച്ച് ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്തിയിട്ട് സ്പാം മെയിലുകളെ ഫിൽട്ടർ ചെയ്യാൻ നമുക്ക് സഹായിക്കും. ഈ ഒരു സാധനം നമുക്ക് ഇവിടെ കാണാം. നമ്മൾ ജിമെയിലിൻ്റെ അകത്തൊക്കെ നിങ്ങൾക്ക് ഇൻബോക്സ് ഒക്കെ തുറന്നു നോക്കിയാൽ കാണാം, സ്പാം മെയിലുകൾ വന്ന് കിടക്കുന്ന ഏരിയ ഉണ്ടാവും. അതേപോലെ പ്രൊമോഷണൽ മെയിലുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെയുള്ള ടെക്നോളജികൾ വെച്ചിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നത്. അപ്പം എയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ കിടക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ കിടക്കുന്ന ഒരു ഏരിയയാണ് സ്പാം ഫൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി എ ഐയുടെ മറ്റൊരു ആപ്ലിക്കേഷൻ കിടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് റോബോട്ടിക്സ് എന്ന് പറയുന്നത്. റോബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട്, റോബോട്ടിൻ്റെ അകത്ത് നമ്മൾ ഹ്യൂമൻ ലൈക്ക് കൈയും കാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയുള്ള റോബോട്ട്സുകളൊക്കെ നമ്മൾ പല രീതിയിൽ ഇപ്പോൾ കാണുന്നുണ്ട്. ഒരുപാട് കമ്പനികൾ ഈ റോബോട്ട്സുകൾ AI എംബഡഡ് ആയിട്ടുള്ള റോബോട്ട്സുകൾ ഇറക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു റോബോട്ടാണ് റൂംബ എന്ന് പറയുന്നത്. റൂംബ റോബോട്ട്, റൂംബ ROOMBA. അപ്പം ഇത് iRobot കോർപ്പറേഷനാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവർ എന്താണെന്ന് പറഞ്ഞാൽ 2 മില്യണിന് മുകളിൽ റൂംബ റോബോട്ടുകളെ നിലവിൽ സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് ഈ റൂംബ റോബോട്ട് ഉപയോഗിക്കുന്നത്, നമുക്ക് എന്താണ് അതിൻ്റെ ആപ്ലിക്കേഷൻ നോക്കാം. സാധാരണ റൂംബ റോബോട്ടുകൾ നമ്മളെ വീട്ടിൻ്റെ അകത്ത് വീട്ടിലെ വാക്വം ക്ലീനിങ് ആക്ടിവിറ്റിക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ഈ ഒരു റൂംബ വാക്വം ക്ലീനർ റോബോട്ടുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇതാണ് റൂംബയുടെ റോബോട്ടിൻ്റെ റൂംബ എന്ന് പറയുന്ന റോബോട്ട്. ഇതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വാക്വം ക്ലീനറായിട്ട് ആക്ട് ചെയ്യും. റൂമുകളൊക്കെ എന്ത് ചെയ്യും, നമ്മൾ റൂമിൻ്റെ അകത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് റൂമിൻ്റെ അകത്തുള്ള ഒബ്ജക്റ്റുകളും അതിൻ്റെ റൂമിൻ്റെ ഷേപ്പും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് ലേൺ ചെയ്തിട്ട് ആണ് ഈ കാര്യങ്ങളൊക്കെ അവർ ക്ലീൻ ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വളരെ പ്രാബല്യത്തിലുള്ള, വളരെ പല വീടുകളിൽ ഇപ്പം നിലവിൽ ഉപയോഗിക്കുന്ന ഒരു റോബോട്ടാണ് ഈ റൂംബ എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ റൂംബ കൂടാതെ നമുക്ക് വേറെയും റോബോട്ടുകൾ നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ പാക്ക് ബോട്ട് എന്ന് പറയുന്നത്. പാക്ക് ബോട്ടിൻ്റെ ഫിഗർ ഇതാണ്. പാക്ക് ബോട്ടിൻ്റെ ഫിഗർ. ഈ പാക്ക് ബോട്ട് എന്ന് പറയുന്നത് സാധാരണ ഉപയോഗിക്കുന്ന എവിടെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹസാർഡസ് ആയിട്ടുള്ള എൻവറോൺമെൻറ്റിൽ, ഇപ്പോൾ യുദ്ധം നടക്കുന്ന ഒരു സ്ഥലം, ഓക്കെ, അവിടെ വളരെ നമുക്ക് ഹ്യൂമൻസിനൊക്കെ നമുക്ക് അങ്ങ് പെട്ടെന്ന് ഇറക്കി വിടാൻ പറ്റില്ല. അവിടെ പല മൈനുകൾ ഉണ്ടാവും, അങ്ങനെ പല ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ കിടക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഒരു ഹസാർഡസ് ആയിട്ടുള്ള എൻവറോൺമെൻറ്റിലൊക്കെ, അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഇറാഖ് അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ പോലുള്ള സ്ഥലത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചില ടാസ്കുകളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം പാക്ക് ബോട്ടുകളെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് ഇത് പ്രധാനമായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസാർഡസ് മെറ്റീരിയൽസിനെ അത് എന്ത് ചെയ്യും, ഹാൻഡിൽ ചെയ്യും. അതേപോലെ പിന്നെ സ്നൈപ്പേഴ്സ് ലൊക്കേഷനുകൾ ഐഡൻറ്റിഫൈ ചെയ്യും. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റോബോട്ടാണ് ഈ പാക്ക് ബോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ പ്രധാനമായിട്ട് 2 എക്സാമ്പിളാണ് റോബോട്ടിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് റൂംബ എന്ന് പറയുന്ന റോബോട്ടും രണ്ടാമത്തത് ഈ ഒരു പാക്ക് ബോട്ട് എന്ന് പറയുന്ന ബോട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആപ്ലിക്കേഷനാണ് എയുടെ പ്രധാനപ്പെട്ട നെക്സ്റ്റ് ആപ്ലിക്കേഷനാണ് മെഡിക്കൽ ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. പേര് തന്നെ ഉണ്ട്, മെഡിക്കൽ ഡയഗ്നോസിക്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്ത് ചെയ്യുന്നു, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന
AI സിസ്റ്റങ്ങളുണ്ട്. ഇപ്പം എന്താണ് ക്യാൻസർ ആണെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഒരാളെ രോഗനിർണയം, ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ നിലവിൽ AI ഉപയോഗിക്കുന്നുണ്ട്. അപ്പം മെഡിക്കൽ ഡയഗ്നോസ്റ്റിക് മേഖലയിലകത്ത് ആ ഒരു ഏരിയക്കകത്ത് AIക്ക് ഈ രീതിയിലുള്ള ആപ്ലിക്കേഷൻസുകൾ ഉണ്ട്. നെക്സ്റ്റ് AIയുടെ ആപ്ലിക്കേഷനാണ് വെബ് സെർച്ച് ആൻഡ് ഇൻഫർമേഷൻ എക്സ്ട്രാക്ഷൻ. വെബ് സെർച്ച് ആൻഡ് ഇൻഫർമേഷൻ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത് സാധാരണ ഈ സെർച്ച് എഞ്ചിൻ്റെ ഹെൽപ്പോട് കൂടി ഗൂഗിള്, യാഹൂ, പിന്നെ ബിങ് ഇങ്ങനെയുള്ള സെർച്ച് എഞ്ചിൻ്റെ ഹെൽപ്പോട് കൂടി നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു രീതിയാണ് ഈ ഒരു വെബ് സെർച്ച് ആൻഡ് ഇൻഫർമേഷൻ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് പിന്നെ എന്താണ്, നമുക്ക് ഒരുപാട് ടൂൾസുകൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ ChatGPT ഉപയോഗിക്കുന്ന സമയത്ത് ChatGPT ഭാഗത്ത് നമ്മൾ ആവശ്യം കൊടുത്തു കഴിഞ്ഞാൽ, നമുക്ക് ഇന്നൊരു കണ്ടന്റ് വേണമെന്ന് പറഞ്ഞാൽ അതിന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പല വെബ്സൈറ്റുകളുടെ അകത്തൊക്കെ കയറി അവിടെയുള്ള ഡാറ്റ ഒക്കെ എടുത്തിട്ട് അനലൈസ് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുതരുന്നുണ്ട്. അതിൽ ബെസ്റ്റൊക്കെ കമ്പയർ ചെയ്തിട്ടൊക്കെ നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, അപ്പം അതൊക്കെ ഇതിൻ്റെ ഒരു എക്സാമ്പിൾസ് ആണ്. പിന്നെയുള്ളതാണ് അവസാനത്തതാണ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിൻ്റെ അകത്ത് വരുന്നത് പ്രധാനമായിട്ട് അതിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ അകത്ത് വരുന്ന ടാസ്ക്, ഈ നാച്ചുറൽ ലാംഗ്വേജിൻ്റെ പ്രോസസ്സിൻ്റെ അകത്ത് വരുന്ന പ്രധാനപ്പെട്ട ടാസ്കുകളാണ്. ഒന്നെന്ന് പറയുന്നത് നമ്മളെ ടെക്സ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നു. അതിൽ നിന്ന് ടെക്സ്റ്റിൻ്റെ അകത്ത് നമ്മൾ ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യുന്നു. അതേപോലെ ഒരു ലാംഗ്വേജിനെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഒരു ലാംഗ്വേജ് പഠിച്ചെടുക്കുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് വരുന്നത്. അപ്പം ഇത്രയും എക്സാമ്പിൾസുകൾ, ഇത്രയും ഏരിയാസ് ആണ് എയുടെ അപ്ലിക്കേഷൻസ് പ്രധാനമായി കിടക്കുന്ന ഏരിയാസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ആ ഏരിയസ് അകത്തുള്ള എക്സാമ്പിളുകളാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ഇത്തരം എക്സാമ്പിൾസ് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ പണ്ട് കാലത്ത് ഇതൊക്കെ എന്താണ്, ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് സയൻസ് ഫിക്ഷൻ ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പം അത്തരം കാര്യങ്ങൾ ഇപ്പോൾ എവിടത്തേക്ക് വരികയാണ്, നമ്മൾ റിയൽ വേൾഡിലേക്ക് എന്താണ് വന്നിരിക്കുകയാണ്. ഓക്കെ, ആ ഒരു കാര്യമാണ് നമുക്ക് ഇത്രയും എക്സാമ്പിളുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. AI എവിടെ നിന്ന് എങ്ങോട്ട് പോയി? AI is moved beyond സയൻസ് ഫിക്ഷൻ എങ്ങോട്ട് പോയി? ടു ദ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ. ആ രീതിയിലേക്ക് ഫിക്ഷനായ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായി മാറുകയാണ്, റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻസിൻ്റെ അകത്ത് നോക്കി, AI ആപ്ലിക്കേഷൻസിന് കാണുന്ന ആപ്ലിക്കേഷൻ്റെ അകത്തൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നത്. വരും കാലങ്ങളിൽ ഇന്നും വലിയ വലിയ ചേഞ്ചുകൾ ഇത്തരം ഏരിയക്കകത്ത് വരും. പുതിയ ടൂൾസുകളും പുതിയ റോബോട്ടിക് കാറുകളും അതേപോലെ റോബോട്ടിക് മെഷീൻസുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു മേഖലയിലേക്ക് ഇന്നും വരാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പം അത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ അകത്ത് നമുക്ക് പറയാനുള്ളത്.